ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് നേരം മൈനിങ്ങിന് പോയി. അപ്പോൾ നമുക്ക് കുറേ അയൺ കിട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് അയൺ ആർമറാൻ പറ്റും. അപ്പോൾ ഗൈസ് പറയാൻ പറ്റുമോ, അപ്പോൾ നമ്മൾ മൈനിങ്ങിന് വരെ നമുക്ക് 2 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഡയമണ്ട് കിട്ടി, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് എന്തായാലും ചെസ്റ്റിൽ വെക്കാം. പിന്നെ ഇതും കിട്ടി, ഗോൾഡും കിട്ടിയിന്, അത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബിൽഡ് ചെയ്യണം. എൻ്റെ അടുത്ത് കുറച്ച് വുഡ് ഉണ്ടാവും, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. ഇൻവെന്റർ നിർമ്മിച്ച് ചെയ്യണം. അപ്പം മൈനിങ്ങിന് വരെ കുറേ സാധനം കിട്ടി. ഞാനിവിടെ ഒരു സ്റ്റെപ്പ് ആക്കി അതിലോട്ടൂട്ട് മുകളിൽ കയറിയാൽ മതിയേ കേട്ടോ. ശരി, പോകുന്നില്ലല്ലോ. ഫൈനൽ കേസ് നമ്മളിതാ നമ്മളെ ചുമരിത്തിരും ഫില്ലൊക്കെയുണ്ട്. ഇവിടെ ഒരു ബ്രൂട്ടക്സിന് കേരിയർ എന്നാണ് ഒരു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം, ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മളെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസിൽ ചെറിയൊരു മൈനിങ് ഏരിയയും കൂടി നമുക്ക് ആക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് സ്ലാബ് അതിന് മുമ്പ് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇതേപോലെ നമ്മൾ അല്ല ഇതെല്ലാം വെക്കണ്ട. ഇവിടെ കുറച്ച് ഇതുണ്ടാക്കി കൊണ്ടുവരുവാ, സ്ലാബ്സ്. അല്ല വേണ്ട സ്ലാബ് വേണ്ട, ട്രാപ്പ് ഡോർ വേണ്ട. നമുക്ക് തൽക്കാലം ഈ വുഡ് തന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും കംപ്ലീറ്റ് ആക്കി. നമ്മൾ ചെറിയൊരു മൈനിങ് ഏരിയ. ഇനി നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ബേസിൽ ചെറിയൊരു ചെസ്റ്റ് റൂമും നമുക്കാക്കണം. അതിനാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ നമ്മൾ താഴോട്ട് കുറച്ച് ഒഴിച്ചു പോകണം. ഇതാക്കാം. ഇത് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാക്കിയൊരു ചെറിയൊരു ബേസ് തന്നെ ഉള്ളൂ. പക്ഷേ ബ്രൂട്ടക്സിന് എന്തായാലും നല്ലൊരു ബേസ് ആക്കും അല്ലേ ബ്രൂട്ടക്സ്? ഓക്കെ, അങ്ങനെ നമ്മളെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ബേസും റെഡി, മൈനിങ് ഏരിയയും പിന്നെ ചെറിയൊരു ചെസ്റ്റ് റൂമും. പുതുതായിട്ട് കുറച്ച് ചെസ്റ്റ് അവിടെ കൊണ്ടുവയ്ക്കാം. 5 ചെസ്റ്റ് ഉണ്ടാക്കാം. 10 ചെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി വെക്കാം. ചെയ്യാൻ ഇച്ചിരി പണിയാണ്. സ്ക്രീൻഷോട്ട് റെഡി തന്നെ. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് അയൺ ആർമർ ആവണമെന്ന് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ബ്രൂട്ടക്സ് അയൺ ആർമർ ആവണം. അതിനായിട്ട് അയണൊക്കെ കളക്ട് ചെയ്ത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. നമുക്ക് എന്തായാലും നമ്മളെ ആദ്യത്തെ ഹോമിൽ പോയി നോക്കാം എത്ര അയൺ അവൻ സ്മെൽറ്റാക്കി നോക്കാം. ഇവിടെ ഇവിടുത്തെ ഫർണേഴ്സെല്ലാം പൊട്ടിച്ചും എടുക്കുന്നുണ്ട്. ഇത്രത്തെല്ലാം ഇങ്ങനെയുള്ള അവിടെ വരെ വെള്ളം വരും. ഇവിടെ നമ്മുടെ ഇവിടെ നമ്മളെ ഡർട്ട് സാൻഡ് അങ്ങനത്തെ ഒക്കെ വെക്കാം. ഇവിടെ നമ്മുടെ ഗ്ലാസ് ഇപ്പോൾ ഇവിടെ വെക്കും. ഗ്ലാസ് നമുക്ക് സ്റ്റോൺ ഐറ്റംസ് തന്നെ. ഇനി ഇവിടെ നമ്മുടെ ഷിയറും വെക്കാം. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനി ജസ്റ്റ് ആക്കാം. ഇനി ആദ്യം നമ്മളെ ഫുഡ് എടുക്കണം. അയണായ ആർമർ ആവട്ടെ. നമുക്ക് ഒരുമിച്ചാവാം. ഇങ്ങനെ ഇതാ എടുക്കുന്നുണ്ടേ. എൻ്റെ അടുത്ത് ഉണ്ടോ ബാക്കിയെ? എൻ്റെ അടുത്ത് 25 പോരാ, നീ വേണോ? ഒന്നുകൂടി വേണ്ട. ഇവിടെ ഞാൻ ലെഗിൻസ് അങ്ങ് വെച്ചു. അപ്പോൾ ഗൈസ്, ആക്സ്, പിക്കാക്സ്, ഇല്ല സോഡ്, ആക്സ്, പിക്കാക്സ്, ആക്സ്, ഷവല്, കുറച്ച് സ്റ്റിക്കാക്കണം. ഇത് നമുക്ക് നോക്കാം. എനിക്ക് സെറ്റ് ടൂൾസ് ആക്കാൻ മാത്രമേ എൻ്റെ അടുത്തില്ല. 6 എണ്ണാടുള്ളൂ. ഇത് ഫുള്ള് സ്റ്റിക്കാക്കാം. സ്റ്റിക്ക് എടുത്തിട്ട് ആവശ്യമുള്ളൂ. പിക്കാസും ആക്സും ഷവലാക്കാൻ പോലില്ല. ആക്സും പിക്കാസും നമ്മൾ ആ ബാക്കിയും കൂടി പണി വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വലിയൊരു
ഓട്ടോ ജമ്പ് ഉണ്ടോ? ഒരു ബട്ടൺ വേണം. ഇപ്പോൾ ഓട്ടോ ജമ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടത്തേക്ക് മാറ്റണം ചെസ്റ്റ് ഐറ്റംസ് ഒക്കെ. അതൊക്കെ നമ്മളെ അടുത്ത എപ്പിസോഡിലാക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഈ ഒരു വുഡ് ബ്രൂട്ടക്സിന് കൊണ്ടുപോയി കൊടുക്കാം. എന്നാ ബ്രൂട്ടക്സ് വുഡ് നമുക്ക് വില്ലേജറെ പിടിച്ചിട്ടുണ്ടോ? നമുക്ക് ഇടാം. ഞാൻ ഈ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി നമ്മളെ ഈ ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരാം. നമ്മളെ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ബേസ് റെഡിയായി. ഇനി എന്തെങ്കിലും ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയാം. നമ്മളെ ഈ ഒരു ചെസ്റ്റിങ് എടുത്തതിന് ശേഷം ഇതിലൂടെ വെച്ചിട്ട് ഇതിൽ നമ്മുടെ ഇങ്ങനത്തെ ഫാം ഐറ്റംസ് കൊണ്ടുവരാം. ഇതിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് വെക്കാം. ഇതിന് നമ്മൾ വെക്കാം. ഇപ്പോൾ ഉള്ള ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഫാം കൂടി ആക്കണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ബെറ്റർ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇത്രയും ബിൽഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. खत्म. बाय बाय, टाटा, गुड बाय, गया.